എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിതകാരകത്തിലെ 10ാമത്തെ കഥയാണ്. ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണ്ണനിധി കിട്ടിയവൻ പറഞ്ഞ കഥയാണിത്. ഒരു നഗരത്തിൽ ചന്ദ്രൻ എന്നൊരു രാജാവ് വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ധാരാളം തിന്നാൻ കൊടുത്ത് ഒരു വാനരക്കൂട്ടത്തെ പുലർത്തിപ്പോന്നിരുന്നു. വാനരത്തലവൻ ഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവ് നേടിയവനായിരുന്നു. അവൻ കീഴിലുള്ള കുരങ്ങന്മാരെയും എല്ലാം പഠിപ്പിച്ചു. രാജധാനിയിൽ രാജകുമാരന്മാർക്ക് കളിക്കാൻ ഒരു ആട്ടിൻകൂട്ടത്തെയും വളർത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാട് രാപ്പകൽ അടുക്കളയിൽ കടന്ന് കണ്ടതെല്ലാം തിന്നും. പാചകക്കാർ വിറകുകൊള്ളിയോ പാത്രങ്ങളോ എടുത്ത് അവനെ അടിക്കുകയും എറിയുകയും ചെയ്യും. വാനരത്തലവൻ ഇത് കണ്ട് ഇങ്ങനെ വിചാരിച്ചു: ഈ കലഹം വാനരർക്ക് നാശമായിത്തീരും. അടുക്കളയിൽ കയറി തിന്നുന്ന ഈ ആടിനെ ഒരു ദിവസം പാചകക്കാർ തീക്കൊള്ളി എടുത്ത് തല്ലിയെന്നു വരാം. ദേഹത്ത് തീ പിടിച്ചാൽ ആട് പ്രാണഭയത്തോടെ അടുത്തുള്ള കുതിരപ്പന്തിയിൽ ഓടിക്കേറും. കുതിരപ്പന്തിയിലെ ഉണക്കപ്പുല്ല് കത്തിപ്പിടിച്ച് കുതിരകൾക്ക് പൊള്ളലേറ്റാൽ കുരങ്ങൻ്റെ മജ്ജയാണ് മരുന്ന്. അതുകൊണ്ട് ഈ ആടിൻ്റെ അത്യാർത്തി കുരങ്ങന്മാർക്ക് നാശത്തിനായിത്തീരും. ഇത്തരത്തിൽ ആലോചിച്ച് അവൻ സ്വകാര്യമായി കുരങ്ങന്മാരെ വിളിച്ചുകൂട്ടി സംസാരിച്ചു. നിങ്ങൾക്കറിയാമോ, കാരണം കൂടാതെ ദിവസേന കലഹമുണ്ടാകുന്ന ഗൃഹത്തെ ഉപേക്ഷിച്ചു പോകണം. ഇവിടെ ഇരുന്നാൽ സർവനാശമായിരിക്കും ഫലം. നമ്മൾ ഉടൻ തന്നെ കാട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഇത് കേട്ട് അഹങ്കാരികളായ മറ്റു വാനരർ തലവനെ പുച്ഛിച്ചു പറഞ്ഞു: അങ്ങേക്ക് വയസ്സായില്ലേ? ബുദ്ധി വികലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന സ്വർഗതുല്യമായ ഈ രാജധാനി വിട്ട കാട്ടിൽ ചെന്നാൽ ചവർപ്പും കയ്പുമുള്ള പഴങ്ങൾ തിന്ന് ജീവിക്കേണ്ടി വരും. ഞങ്ങൾ അതിനൊരുക്കമല്ല. കണ്ണിൽ വെള്ളം നിറഞ്ഞുവെങ്കിലും വൃദ്ധവാനരൻ അവരോട് പറഞ്ഞു: ഞാൻ ഏതായാലും വംശനാശം കാണാൻ ഇവിടെ ഇരിക്കുന്നില്ല. തുടർന്ന് തലവൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി. താമസിയാതെ ഒരു നാൾ ആട് അടുക്കളയിൽ കയറിയപ്പോൾ മറ്റൊന്നും കയ്യിൽ കിട്ടാത്തതിനാൽ പാചകക്കാരൻ ഒരു തീക്കൊള്ളിയെടുത്ത് ആടിനെ തല്ലി. രോമങ്ങളിൽ തീ ആളിപ്പടർന്നപ്പോൾ ആട് കുതിരപ്പന്തിയിൽ കടന്ന് നിലത്ത് കിടന്നുരുണ്ടു. വൈക്കോലിൽ തീ പിടിച്ച് കത്തിപ്പടർന്നപ്പോൾ ചില കുതിരകൾ പൊള്ളിച്ചത്തു. ചിലവ പകുതി വെന്ത ശരീരവുമായി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടാൻ തുടങ്ങി. തീ അണച്ച ശേഷം രാജാവ് മൃഗവൈദ്യന്മാരെ വിളിച്ച് കുതിരകളുടെ പൊള്ളലിനുള്ള മരുന്നിനെ കുറിച്ച് ആരാഞ്ഞു. അവർ ശാസ്ത്രങ്ങൾ നോക്കി രാജാവിനോട് ഉണർത്തിച്ചു: കുതിരകളുടെ തീപ്പൊള്ളലിന് കുരങ്ങൻ്റെ മജ്ജ പുരട്ടിയാൽ മതി. ഇതു കേട്ട രാജാവ് സകല വാനരന്മാരെയും കൊന്ന് മജ്ജയെടുത്ത് കുതിരകളെ ചികിത്സിച്ചു. തൻ്റെ ബന്ധുക്കളുടെ മരണവാർത്തയറിഞ്ഞ വാനരത്തലവൻ അതീവ ദുഃഖവും രാജാവിനോടുള്ള പകയും മനസ്സിലിട്ട് കുറെ ചുറ്റിത്തിരിഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ വൃദ്ധവാനരൻ ദാഹിച്ചു വലഞ്ഞ് ഒരു താമരപ്പൊയ്കയുടെ കരയിലെത്തിച്ചേർന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പൊയ്കയിലേക്ക് വളരെയേറെ മൃഗങ്ങളും മനുഷ്യരും ഇറങ്ങിപ്പോയിട്ടുള്ള കാലടിപ്പാടുകൾ കണ്ടു. എന്നാൽ ഒരൊറ്റ കാൽപ്പാട് പോലും കയറിപ്പോയതായി കണ്ടില്ല. അതുകണ്ട് അവൻ വിചാരിച്ചു: ഈ പൊയ്കയിൽ ക്രൂരനായ ഏതോ ഒരു ജലജന്തുവുണ്ട്. അതുകൊണ്ട് ഒരു താമരത്തണ്ട് മുറിച്ചെടുത്ത് കരയിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാം. വാനരൻ അങ്ങനെ ചെയ്തപ്പോൾ ജലമധ്യത്തിൽ നിന്നും രത്നമാല്യവും അണിഞ്ഞുകൊണ്ട് ഒരു രാക്ഷസൻ പൊന്തി വന്നു. രാക്ഷസൻ കുരങ്ങനോട് പറഞ്ഞു: നീ വലിയ ബുദ്ധിമാൻ തന്നെയാണ്.
ഈ കുളത്തിൽ വെള്ളം കുടിക്കാനിറങ്ങുന്നവനെ എനിക്കു തിന്നാമെന്നാണ് ദൈവനിശ്ചയം. എന്നാലും നിന്റെ ബുദ്ധിവൈഭവത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിനക്കെന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക, ഞാൻ സാധിച്ചു തരാം. വാനരൻ തിരിച്ചു ചോദിച്ചു, അങ്ങേക്ക് എത്രത്തോളം തിന്നാൻ കഴിയും? രാക്ഷസൻ പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 1,00,000 പേർ വന്നാലും ഞാൻ തിന്നും. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, എനിക്കൊരു രാജാവിനോട് വൈര്യമുണ്ട്. അങ്ങ് ഈ രത്നമാല എൻ്റെ കയ്യിൽ തരൂ. ഞാൻ അതു കാട്ടി കൊതിപ്പിച്ച് ആ രാജാവിനെയും പരിവാരങ്ങളെയും ഈ വെള്ളത്തിലിറക്കിത്തരാം. രാക്ഷസൻ സന്തോഷപൂർവം കുരങ്ങന് രത്നമാല കൊടുത്തു. കുരങ്ങൻ അത് കഴുത്തിലണിഞ്ഞ് പട്ടണത്തിൽ ചെന്ന് മരങ്ങളിലും മറ്റും ചാടിക്കളിച്ചുകൊണ്ട് ചുറ്റി നടന്നു. ജനങ്ങൾ അവനെ കണ്ടു ചോദിച്ചു, കുരങ്ങച്ച, നീ ഇത്രകാലം എവിടെയായിരുന്നു? നിനക്ക് എവിടെ നിന്നാണ് ഈ രത്നമാല കിട്ടിയത്? കുരങ്ങൻ മറുപടി കൊടുത്തു, ഒരു കാട്ടിൽ കുബേരൻ കുഴിച്ച ഒരു കുളമുണ്ട്. ഞായറാഴ്ച സൂര്യോദയ സമയത്ത് അതിലിറങ്ങി മുങ്ങുന്നവന് കുബേരപ്രസാദത്താൽ ഒരു രത്നമാല കിട്ടും. ജനങ്ങളിൽ നിന്നും ഈ വർത്തമാനം കേട്ടറിഞ്ഞ രാജാവ് വാനരനെ വിളിച്ചു ചോദിച്ചു, കുരങ്ങച്ച, ഞാൻ കേട്ടത് നേരാണോ? കുരങ്ങൻ പറഞ്ഞു, എന്തിനു സംശയിക്കണം? ഈ രത്നമാല തന്നെ മതിയായ തെളിവല്ലേ? അവൻ തുടർന്നു പറഞ്ഞു, രത്നമാല വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരാളെ വിടുക, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പരിവാരസമേതം വരാം. കുരങ്ങന് അത് സമ്മതമായി. രത്നമാല കിട്ടാനുള്ള അത്യാഗ്രഹം കൊണ്ട് രാജാവും പത്നിമാരും ബന്ധുജനങ്ങളും മറ്റുള്ളവരും എല്ലാം പുറപ്പെട്ടു. രാജാവ് പല്ലക്കിൽ കുരങ്ങനെ മടിയിലിരുത്തി കൊണ്ടുപോയി. കുളക്കരയിലെത്തിയപ്പോൾ പുലർച്ചയ്ക്ക് കുരങ്ങൻ പറഞ്ഞു, പ്രഭോ, സൂര്യൻ പകുതി ഉദിച്ചാലാണ് കുളത്തിലിറങ്ങി മുങ്ങേണ്ടത്. എല്ലാവരും ഒപ്പം ഇറങ്ങി മുങ്ങട്ടെ. അങ്ങും ഞാനും മാത്രം പിന്നെ മുങ്ങിയാൽ മതി. മറ്റുള്ളവർ രത്നമാലകളും അണിഞ്ഞ് പൊങ്ങി വരുന്നത് ഞാൻ കാണിച്ചു തരാം. കുരങ്ങൻ പറഞ്ഞതനുസരിച്ച് രാജാവിൻ്റെ ബന്ധുക്കളും മറ്റു പരിവാരങ്ങളും പൊയ്കയിൽ ഇറങ്ങി മുങ്ങി. രാക്ഷസൻ എല്ലാവരെയും തിന്നുകയും ചെയ്തു. വളരെ നേരം കഴിഞ്ഞിട്ടും ആരും പൊങ്ങിക്കാണാഞ്ഞതിനാൽ രാജാവ് ചോദിച്ചു, നമ്മുടെ കൂട്ടർ പൊങ്ങി വരാൻ എന്താണിത്ര താമസം? ഉടനെ വാനരൻ ഒരു മരത്തിൽ കയറിയിരുന്നു പറഞ്ഞു, ദുഷ്ടനായ രാജാവേ, വെള്ളത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു രാക്ഷസൻ അങ്ങയുടെ ബന്ധുജനങ്ങളെയും പരിജനങ്ങളെയും തിന്നുകഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചോറ് കുറച്ചുകാലം ഞാൻ തിന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയെ കുളത്തിലിറക്കാതിരുന്നത്. അങ്ങ് എൻ്റെ കുലം നശിപ്പിച്ചു, ഞാൻ അങ്ങയുടെ കുലവും. കൊലയ്ക്ക് കൊല തന്നെയാണ് മറുമരുന്ന്. ഇത് കേട്ട് രാജാവ് ദുഃഖിതനും ക്രുദ്ധനുമായി ഒറ്റയ്ക്ക് കാൽനടയായി തിരിച്ചുപോയി. അപ്പോൾ രാക്ഷസൻ പൊങ്ങിവന്ന് സംതൃപ്തിയോടെ പറഞ്ഞു, അങ്ങ് താമരത്തണ്ടിൽ കൂടി വെള്ളം കുടിച്ചത് എത്ര നന്നായി. അങ്ങയുടെ ശത്രുവിനെ നശിപ്പിക്കുവാനും കഴിഞ്ഞു. എന്നെപ്പോലെ ഒരു മിത്രത്തെയും കിട്ടി. രത്നമാല പോയതുമില്ല. കഥ അവസാനിപ്പിച്ച് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു, ദുരാഗ്രഹം കൊണ്ടു നടക്കുന്നവൻ എപ്പോഴും നശിച്ചു പോകുക മാത്രമേയുള്ളൂ. തുടർന്ന് അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. തന്നെ ഉപേക്ഷിച്ചു പോകരുതെന്ന് ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞപ്പോൾ സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു, സുഹൃത്തിനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങയെ രക്ഷിച്ചേനെ. ഇവിടെ കാര്യമതല്ല. താങ്കളെ രക്ഷപ്പെടുത്താൻ ആവുകയുമില്ല. ചിലപ്പോൾ എനിക്ക് ആപത്ത് സംഭവിക്കാനുമിടയുണ്ട്. രാക്ഷസന്റെയും വികാലബാധയുടെയും കഥ കേട്ടിട്ടില്ലേ?
ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷയനുസരിച്ച് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 10ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.